ഗസയിൽ അടിയന്തര മാനുഷിക സഹായം ലഭിച്ചില്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ 14,000-ഓളം കുഞ്ഞുങ്ങൾ മരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പ്. ഉപരോധത്തിൽ അയവ് വരുത്തിയിട്ടും ഗസയിലേക്ക് കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണം ഉൾപ്പെടെയുള്ള മാനുഷിക സഹായങ്ങൾ വഹിച്ചുകൊണ്ട് ഇന്നലെ 5 ട്രക്കുകൾ മാത്രമാണ് ഗസയിലേക്ക് പ്രവേശിച്ചതെന്നും ആവശ്യമുള്ളവരിലേക്ക് ഇതുവരെ സഹായം എത്തിയിട്ടില്ലെന്നും UN ഹ്യൂമാനിറ്റേറിയൻ മേധാവി ടോം ഫ്ലെച്ചർ പറഞ്ഞു. US, കാനഡ, ഫ്രാൻസ്, UK എന്നിവയുൾപ്പെടെയുള്ള സഖ്യകക്ഷികളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇസ്രായേൽ ഉപരോധത്തിൽ അയവ് വരുത്തിയത്. ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പ് ഏറെ ഗൗരവകരമായി തന്നെ പരിഗണിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് ഈ ഒരു വാർത്തയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗസയിൽ അടിയന്തര മാനുഷിക സഹായം ആവശ്യമാണ് എന്നുള്ളതും കൂടിയാണ്. ഇല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ 14,000-ഓളം കുഞ്ഞുങ്ങളാണ് മരിക്കാൻ സാധ്യതയുണ്ടെന്നതാണ് ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പ്. ഉപരോധം ഇസ്രായേൽ അയവ് വരുത്തിയിട്ടുണ്ടെങ്കിലും ഗസയിലേക്ക് കൃത്യമായി ഭക്ഷണങ്ങൾ എത്തുന്നില്ല, അല്ലെങ്കിൽ മാനുഷിക സഹായങ്ങൾ എത്തുന്നില്ല. ഇന്നലെ മാത്രം 5 ട്രക്കുകൾ മാത്രമാണ് മാനുഷിക സഹായങ്ങൾക്കായും ഭക്ഷണത്തിനായും അല്ലെങ്കിൽ ഭക്ഷണവും വഹിച്ചുകൊണ്ടുള്ള 5 ട്രക്കുകൾ മാത്രമേ ഗസയിലേക്ക് പ്രവേശിച്ചതുള്ളൂ എന്നുള്ളതും കൂടിയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആവശ്യമുള്ളവരിലേക്ക്, ഏറ്റവും പ്രധാനമായും അത്യാവശ്യമുള്ളവരിലേക്കൊന്നും സഹായം എത്തിയിട്ടില്ല എന്നുള്ളതും കൂടി UN അറിയിച്ചിട്ടുണ്ട്. UN ഹ്യൂമാനിറ്റേറിയൻ മേധാവി ടോം ഫ്ലെച്ചറാണ് ഇതിനെ സംബന്ധിച്ച വിവരങ്ങൾ ലോകത്തെ അറിയിച്ചത്. US, കാനഡ, ഫ്രാൻസ്, UK എന്നിവയുൾപ്പെടെയുള്ള സഖ്യകക്ഷികളുണ്ട്. അവരുടെ സമ്മർദ്ദം വലിയ രീതിയിൽ ഇസ്രായേലിന് മേലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഉപരോധത്തിൽ നേരത്തെ അയവ് വരുത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ മുന്നോട്ടുള്ള നടപടികൾ എത്തരത്തിലായിരിക്കും? ഗസയിലേക്ക് കൂടുതൽ ഭക്ഷണം എത്തുമോ, കൂടുതൽ മാനുഷിക സഹായങ്ങൾ എത്തുമോ എന്നുള്ളതൊക്കെയാണ് കണ്ടറിയേണ്ടത്. ഇല്ലെങ്കിൽ വലിയൊരു മരണത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരും ലോകമെന്നുള്ളതാണ്. 14,000-ഓളം കുഞ്ഞുങ്ങളായിരിക്കും ഈ ഒരു നടപടിയിൽ ഇരയാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.